എണ്ണ ചൂടായി കടുകിട്ട് കറക്റ്റ്. മഴ പെയ്ത് വിറകെല്ലാം നനഞ്ഞത് കാരണം കത്താൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി നീളത്തിലരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കൂടുതൽ വേണ്ട, ഒരു 10 എണ്ണം മതി. ആ മീനിനനുസരിച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒത്തിരി ഇട്ട് കൊടുത്താലും നമുക്ക് ആ ടേസ്റ്റ് അങ്ങ് മാറും മീനിൻ്റെ. ഇനി നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് കുടംപുളി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ പുളിയുടെ നീര് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ തിളയ്ക്കാൻ വേണ്ടി നിൽക്കണ്ട. ആവശ്യത്തിന് ഉപ്പ്. ഇത് തിളച്ച് വന്നിട്ട് നമുക്കന്നേരം മീൻ പറക്കി ഇട്ട് കൊടുക്കാം. ഒന്ന് ചട്ടിയിൽ ചുറ്റിച്ചിട്ട് വാങ്ങി വെക്കാം. വ്യത്യസ്ത രീതിയിലുള്ള മീൻ ഫ്രൈ ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുരുമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ശകലം നാളികേരം തിരിഞ്ഞത്, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. മീനിൻ്റെ അനുസരിച്ചാണ് ഞാൻ ഈ അരപ്പെടുത്തേക്കുന്നത്. ഞാനൊരു 250 ഗ്രാം മീനാണ് വറക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനിൽ ആ പേസ്റ്റ് നമുക്ക് അരച്ച് പിടിപ്പിക്കാം.